ഗൈസ്, ഇന്ന് ഞാൻ രാവിലെ എണീച്ചു വന്നതും ഇവിടെ കപ്പയ്ക്കും ചിക്കൻ കറിക്കുമുള്ള തയ്യാറെടുപ്പുകൾ നടക്കുന്നു. ഉണ്ട്, സവോളയും എന്തൊക്കെയോ സാധനങ്ങളും ഒക്കെ ഇട്ട് വേവിക്കുന്നുണ്ട്. അല്ല, വേവിക്കുമല്ല, വയറ്റുന്നുണ്ട്. ഇതെന്തെടുക്കുവാ അമ്മേ? തേങ്ങ ഇന്നലെ ഇതെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചത് തിരുമ്മി നമ്മൾ വെച്ചേക്കും. അല്ല, ഇതെന്തിനാ ഇപ്പൊ? കപ്പയ്ക്ക് ചതച്ചിടാനായിട്ട്. ചതച്ചിടാം. നമ്മുടെ ചിക്കൻ ഇന്നലെ ഞാൻ പോയി മേടിച്ചോണ്ട് വന്നതാണ്. എന്താ പൂച്ചയുടെ സൗണ്ട്? നമ്മുടെ പൂച്ച വന്നത്. ചിക്കൻ ലെഗ് പീസ് കേട്ടെ ഓടാറുണ്ട്. ഉള്ളിയൊക്കെ ഇത് കപ്പയ്ക്കിടാനല്ലേ? ഉള്ളിയൊക്കെ നല്ല. ഉമ്മേ എന്തേലും പറ. എന്ത് പറയാനാ? ഉമ്മി ജോലിയെ കോൺസെൻട്രേറ്റ് ചെയ്താൽ പിന്നെ വേറെ ഒന്നത്തിനും ശ്രദ്ധിക്കത്തില്ലെന്നാണ് ഉമ്മി പറയുന്നത്. അല്ല, നമ്മളെ കപ്പ മെയിൻ താരം. കപ്പ കണ്ട് അവിടെ അമ്മ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതെൻ്റെ അപ്പാടെ അമ്മയാണ്. അമ്മയാണ് കപ്പ അരിയുന്നത്. എൻ്റെ പേര് ടുട്ടു. എൻ്റെ പേര് ടുട്ടു അല്ലേ? ടുട്ടു എന്നല്ലേടാ? ഓടല്ലേ കൊടുക്കൂടെ? പാവം പൂച്ചയാണ് കേസ്. നമ്മുടെ വീട്ടിലോട്ട് വന്നു കയറിയതാണ്. എന്തൊക്കെയാ മീനകത്ത് കിടക്കുന്നത്? തേങ്ങ, കൊച്ചുള്ളി, വെളുത്തുള്ളി, ജീരകം, മഞ്ഞപ്പൊടി, കറിവേപ്പില. ഇത്രേ ഉള്ളൂ. ഇതിട്ടാണ് അരയ്ക്കുന്നത്. ചതച്ചെടുക്കും. മഴയിൽ തുടങ്ങട്ടെ. വയറ്റുമാണ് കേസ്. വയറ്റൽ പരിപാടിയിലാണ്. നമ്മുടെ കപ്പയ്ക്കിടേണ്ട സാധനമെല്ലാം അരച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ നേരത്തെ പറയാൻ മറന്നു പോയതാണ്, ഇത് പച്ചമുളകും കൂടെ ഇടും അല്ലേ അമ്മേ? അതെ. കപ്പയ്ക്ക് ഇച്ചിരി എരിവ് വേണം, എന്നാലല്ലേ ഒരു കഴിക്കാനൊരു ഗുമ്മുള്ളൂ. അങ്ങനെ മുളക് പൊടിയും കുറേ എന്തൊക്കെ മസാലയാമേ? മഞ്ഞപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാല, ലേശം കുരുമുളക് പൊടി, ഇത്ര ഇട്ടിട്ട് ഇളക്കിയിട്ട് ചിക്കനും ഇടുക. അടച്ചു വെച്ച് വേവിക്കാം. തൊണ്ട ചിക്കൻ ഇടും. ചിക്കൻ വെച്ച് വെള്ളം നമ്മൾ അധികം വെള്ളം ഒഴിക്കാറില്ല. പറ്റിച്ചാണ് കേസ് നമ്മളെപ്പോഴും വെക്കാറുള്ളത്. പറ്റിച്ചല്ലേ, ചിക്കൻ്റെ വെള്ളം ഇറങ്ങിക്കോളും. ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല. നമ്മൾ ചിക്കൻ ഒരു വട്ടം കഴുകുകയാണ്, 4-5 വട്ടം കഴുകണ്ട. ഒന്നല്ല, ഞാൻ ഇന്നലെ എല്ലാം ക്ലീൻ ചെയ്ത് കഴുകിയൊക്കെ വെച്ചിരുന്നേ. ഒന്നുകൂടെ ഐസ് വെള്ളം ഒന്നുകൂടെ കളഞ്ഞതാക്കി പോവാം. നല്ല ഇളക്കുവാണ്, നല്ല ചിക്കനും കൂട്ടിയിട്ട് ഇളക്കുവാണ്. നമ്മൾ കപ്പയെല്ലാം വേവിക്കായിട്ടിട്ടുണ്ട്. തീയൊക്കെ കൊളുത്തി ചിക്കൻ നല്ല കുക്കറിൽ കിടന്ന് വെന്തോണ്ടിരിക്കുകയാണ്. ഇച്ചിരി കഴിയുമ്പോൾ ചിക്കൻ കറി ആവും. നല്ല 1-ാം തരം ചിക്കൻ കറി. നല്ല കപ്പയൊക്കെ വന്ന് സെറ്റായിട്ടുണ്ട്. ഇനി നമ്മൾ കപ്പ കുഴയ്ക്കാൻ പോവാണ്. ഇതാണ് നമ്മുടെ ഫാമിലി. നല്ല കുഴക്കുന്നേ കപ്പ. ആഹാ, അത് വറക്കുന്ന കണ്ടില്ലേ? അങ്ങനെ നമ്മുടെ കറിയും കപ്പയും എല്ലാം നമ്മൾ ഊണുമേശയെ കൊണ്ട് വെച്ചിട്ടുണ്ട്. വിളമ്പുമേ. നല്ല ചൂട് കപ്പ. എനിക്കെത്ര മതി കറി? നല്ല ലെഗ് പീസ് തന്നെ. അപ്പാക്ക് നല്ല ലെഗ് പീസ്. ആ പൂച്ചയ്ക്ക് ഒരു ചെറിയ പീസ് കൊടുക്കാം. അമ്മ കപ്പ എങ്ങനെ ഉണ്ട്? അടിപൊളിയാണോ? സൂപ്പർ. ചിക്കൻ വേണോ? എന്നാ ബാ. എടാ കഴിച്ചോ? ഇപ്പൊ എങ്ങനെയുണ്ടപ്പാ? സൂപ്പർ. നീ ഞാൻ കഴിക്കട്ടെ.
അപ്പോൾ ഗൈസ് നമ്മൾ കഴിച്ചെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ ഒരു ചെറിയ ഒരു കൊച്ചു കുക്കിംഗ് വീഡിയോ ആയിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും കഴിച്ച് കഴിഞ്ഞ് അപ്പം ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ.